വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊരു ഫംഗ്ഷന് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്യുന്ന മേക്കപ്പ് എങ്ങനെയാണ് ഞാൻ ഒരുങ്ങുന്നത് എന്നൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ചാനൽ അതായിട്ട് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇൻസ്റ്റാഗ്രാം ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അതിലൂടെയൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇതേപോലെ മുടിയൊക്കെ ഞാൻ ഒതുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ക്യൂട്ട് ഹെയർ ബാൻഡ് വെച്ച് ഇതേപോലെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസിലി മേക്കപ്പ് ചെയ്യാൻ പറ്റും. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഫേസ് നല്ലോണം ക്ലെൻസ് ആക്കുന്നുണ്ട്. ഫേസ് വാഷ് വെച്ചിട്ട് ഓൾറെഡി ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ടോണർ അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ. ഇതൊരു ആയൂറിൻ്റെ ഹെർബൽ പ്രൊഡക്റ്റാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ കൈ കൊണ്ട് തന്നെ കേട്ടോ അപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്കൊരു കോട്ടൺ പാഡ് എന്തെങ്കിലും വെച്ചിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ pH ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഈ ഒരു ടോണർ അപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാട്ടോ. സെക്കൻഡ് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ലിപ്പ് നല്ലോണം മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ലിപ് ബാം വിത്ത് SPF 15 ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ജ്യൂസി ബ്രാൻഡിൻ്റെയാണ്. നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. ആയോ ഹെർബൽ ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസർ ആട്ടോ. അപ്പോൾ ടോണർ യൂസ് ചെയ്ത സെയിം ബ്രാൻഡാണ്. ബിക്കോസ് ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഫേസിൽ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നെക്ക് പോർഷൻ നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്. അപ്പോൾ നെക്കിൽ ഞാൻ ഇതേപോലെ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അക്ലോജിക്കിൻ്റെ ഗ്ലോ ഡ്യൂയി സൺസ്ക്രീൻ വിത്ത് വൈറ്റമിൻ സി ആൻഡ് പപ്പായ ആണ്. നല്ലൊരു ഗ്ലോ എഫക്റ്റ് തരും. അതേപോലെ സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ചെയ്യാനും ഹൈഡ്രേറ്റഡ് ആക്കുന്നുണ്ട്. വിത്ത് SPF 50+++ ആൻഡ് നോ വൈറ്റ് കാസ്റ്റ്. അതാട്ടോ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ നമുക്ക് എന്തോ അപ്ലൈ ചെയ്തിട്ടൊന്നുള്ളൊരു ഫീലില്ല. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അപ്പോൾ പുറത്ത് പോകുമ്പോൾ എന്തായാലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ സൺ ടാൻ, സൺ ഡാമേജ്, സ്കിൻ ക്യാൻസർ, പ്രിമച്വർ ഏജിങ് ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് സൺസ്ക്രീൻ. അപ്പോൾ പുറത്ത് പോകുമ്പോൾ എന്തായാലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് വേണം പോവാൻ. നെക്സ്റ്റ് സ്വിസ് ബ്യൂട്ടി കൺസീലർ യൂസ് ചെയ്തിട്ട് അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ, സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസൊക്കെ ഡാർക്ക് സർക്കിൾസും ആക്നെ മാർക്സും ഒക്കെ ഉള്ള ഏരിയാസിലൊക്കെയാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്ത് കൺസീൽ ചെയ്യുന്നുണ്ട്. മിറർ നോക്കിയിട്ട് ഹാൻഡ് വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇന്ന് ബ്ലെൻഡർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഹാൻഡ് വെച്ച് ചെയ്യുന്നതും കംഫർട്ടബിളാണ്. അപ്പം എൻ്റെ ഫേസിൽ ആക്നെ മാർക്സ് കുറച്ച് വിസിബിളാണ്. ഞാൻ റീസെൻ്റ്ലി ഒരു പ്രൊഡക്റ്റ് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കളർ പാലറ്റ് ആട്ടോ. ഇതിൽ ഗ്രീൻ ആൻഡ് ഓറഞ്ച് കളർ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റ് ഓറഞ്ച് കളർ കുറച്ചെടുത്തിട്ട് ഇതേപോലെ ആക്നെ മാർക്സ് ഉള്ള ഏരിയാസിൽ അപ്ലൈ ചെയ്ത് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ ടോപ്പ് ലെയർ ആയിട്ടാട്ടോ ഗ്രീൻ കളർ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫേസിലെ ആക്നെ മാർക്സ് ഒക്കെ ശരിക്കും ഇൻവിസിബിൾ ആവുന്നുണ്ട്. ഞാൻ കൺസീലർ വീണ്ടും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു ഫംഗ്ഷന് പോകുന്നതുകൊണ്ടാട്ടോ. അപ്പോൾ എന്തായാലും ക്ലീൻ ആൻഡ് ക്ലിയർ സ്കിൻ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ബട്ട് അറ്റ് ലാസ്റ്റ് വരുമ്പോൾ ഇതൊരു നോ മേക്കപ്പ് ലുക്കായിട്ടേ നമുക്ക് തോന്നുള്ളൂ. മേക്കപ്പൊക്കെ ലോങ് ലാസ്റ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ഞാൻ ഒരു മേക്കപ്പ് ഫിക്സർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഞാൻ ഒരു ലാക്മേ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിട്ടൊന്ന് ഫേസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് സ്റ്റെപ്പാട്ടോ അപ്ലൈ ചെയ്യുന്നത് എർത്ത് റിതം ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ആണ്. ഇതൊരു റെഡ് കളർ ആണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു നാച്ചുറൽ പിങ്കിഷ് ഗ്ലോ ലുക്ക് നമുക്ക് തരും. ആൻഡ് ഈസിലി ബ്ലെൻഡ് ചെയ്യാനും പറ്റും കേട്ടോ. അടുത്ത ഞാൻ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒരു
ന്യൂഡ് ഷെയ്ഡാണ്, ഒരു ബ്രൗൺ ആൻഡ് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു കളറാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ കൈകൊണ്ട് തന്നെ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാച്ചുറൽ ലുക്കാണ് തരിക. പിന്നെ ഐലൈനർ എഴുതി കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഒരു കുട്ടി ഹാക്കായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നത്, ഈ കളർ പാലറ്റിൽ നിന്നുള്ള ബ്രൗൺ കളർ എടുത്തിട്ട് നമ്മൾ നോസ് കോൺടൂർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കൈ കൊണ്ട് തന്നെ ഇതേപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് നമുക്ക് നല്ലോണം കോൺടൂർ ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്ത് നോക്കാം, ഇത് വർക്കിംഗ് ആണ്. നെക്സ്റ്റ് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ മേക്കപ്പ് കിറ്റ് യൂസ് ചെയ്തിട്ടാട്ടോ ഞാൻ ഈ ഐബ്രോ ഫില്ല് ചെയ്യുന്നതും നല്ലോണം ബ്രഷ് വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നതും. കണ്ടോ, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ, എഴുതിയതും എഴുതാത്തതും. അപ്പോൾ നമുക്ക് മറ്റ് ഐബ്രോസും ഇതേപോലെ തന്നെ സെയിം രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസ്കാരയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ദ ഫൈനൽ സ്റ്റെപ്പ് ഒരു ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു മാറ്റ് ന്യൂഡ് ഷെയ്ഡിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക്കാട്ടോ. ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഞാൻ ജസ്റ്റ് കുറച്ച് മുടി ക്ലിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ അഴിച്ചിടാം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ഹെയറൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് 2 ഇയറിംഗ് ആണ് ഞാൻ ഇതാട്ടോ ഇന്ന് പെയർ ചെയ്യുന്നത് ഈ ഡ്രസ്സുമായിട്ട്. അപ്പോൾ ഒരു എത്നിക് ലുക്കായിട്ടാണ് ഈ ഒരു സിൽവർ ഇയറിങ്സ് ആണ് പെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് ഇങ്ങനെയാട്ടോ. അപ്പോൾ നമുക്ക് ഫംഗ്ഷന് പോകാൻ നമ്മൾ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ലൈക്ക് ചെയ്യുക. അതേപോലെ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ ബൈ.